ഹായ് സെപ്റ്റംബർ 2025 അഡ്മിഷൻസ് ഓൾറെഡി നമുക്ക് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമായി കഴിഞ്ഞു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 6-7 മാസം ഉണ്ട് എന്നുള്ളൊരു ചിന്ത നിങ്ങൾ ഇനിയൊന്നും മാറ്റി വെച്ചിട്ട് നിങ്ങൾ പ്രവർത്തിച്ച് തുടങ്ങേണ്ട സമയമായി കഴിഞ്ഞു. കാരണം ഓസ്ട്രേലിയ നിങ്ങൾ ഒരുപക്ഷെ അറിഞ്ഞതുപോലെ തന്നെ ലിമിറ്റഡ് സീറ്റ്സ് ആണ് ഓൾറെഡി ഓസ്ട്രേലിയയിൽ ഇനിയിപ്പോൾ ഓരോ വർഷവും ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഓസ്ട്രേലിയ നോക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ 55% മുകളിൽ മാർക്കുള്ള സ്റ്റുഡൻസ് വിത്ത് IELTS സ്കോറുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ അറ്റ് ദ ഏർലിയസ്റ്റ് നിങ്ങളുടെ ഓഫർ ലെറ്റർ എടുക്കാനുള്ള പേപ്പർ വർക്ക്സും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ US ഇലക്ഷൻ കഴിഞ്ഞു. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ പുതിയ സ്റ്റുഡൻസിനുള്ള റെസ്ട്രിക്ഷൻസ് പ്രത്യേക മാറ്റങ്ങളൊന്നും US ഇതുവരെയായിട്ടും അവർ ഔദ്യോഗികമായിട്ട് അവർ പറഞ്ഞിട്ടില്ല. പക്ഷേ US ചിലപ്പോൾ കുറെ കൂടെ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ അവരുടെ റിക്വയർമെൻറ്റിൽ വരാനും അങ്ങനെയുള്ള നിയമമാറ്റങ്ങൾ വരാനും US സാധ്യതയുണ്ട്. കാനഡ ഓൾറെഡി നിങ്ങൾക്കറിയാം അവിടുത്തെ സിറ്റുവേഷൻസ് വേഴ്സ്റ്റ് ആണ് അവിടെ. പക്ഷേ അവിടുത്തെ ഒരു ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഗവൺമെൻറ്റിൻ്റെ പുതിയ പോളിസീസ് എന്താണെന്ന് അറിയുന്നതിന് അനുസരിച്ച് കാനഡയിൽ പുതിയ നിയമമാറ്റങ്ങൾ വരാനുള്ള പോസിബിലിറ്റി ഉള്ളൂ. അപ്പോൾ മേ ബി സെപ്റ്റംബറിന് ശേഷം ജനുവരി ഇൻടേക്കിലേക്കൊക്കെ ആയിരിക്കാം കൂടുതലും, ജനുവരി 2026 ഇൻടേക്കിലേക്കായിരിക്കാം കൂടുതലും പോസിബിലിറ്റീസ് ഉള്ളത്. അതുപോലെ ജർമ്മനിയും സ്ലോലി ഈ ഒരു പ്രോസസ്സിലോട്ട് മാറാൻ പോവുകയാണ്. സ്കിൽഡ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ അവിടെ റിക്വയർഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ഇനി അത് കൂടുതലും എടുക്കാൻ അവർ പ്ലാൻ ചെയ്യുന്നത്. കാരണം ഓൾറെഡി ഓവർ ക്രൗഡഡ് ആണ്. ജർമ്മനിയിൽ നമ്മൾ ഇപ്പം തന്നെ വിസ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ തന്നെ നമ്മൾ ട്രൈ ചെയ്തിട്ട് പോലും ഒരുപാട് ഇഷ്യൂസ് ജർമ്മനിയിലുണ്ട്. സ്ലോട്ട് കിട്ടാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ APS അറ്റസ്റ്റേഷൻ ജർമ്മനിയിൽ നമ്മൾ കൊടുത്താൽ തന്നെ ഇപ്പോൾ 2 to 3 months മുകളിൽ സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ ജർമ്മനിയൊക്കെ സെപ്റ്റംബർ ഇൻടേക്കിലേക്കാണ് ട്രൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലാംഗ്വേജ് റിക്വയർമെൻറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ APS അറ്റസ്റ്റേഷനും അറ്റ് ദ ഏർലിയസ്റ്റ് നിങ്ങൾ ഇപ്പോഴേ ചെയ്യുക. നിങ്ങൾക്ക് ഇനി ലാംഗ്വേജ് സ്കോർ കിട്ടിയതിന് ശേഷം APS പോകാം എന്നൊക്കെ വിചാരിച്ചാൽ ഒരുപക്ഷെ സ്കോർ കിട്ടി നിങ്ങൾക്ക് അപ്പോഴത്തേക്കും APS കിട്ടാത്ത ഒരു സാഹചര്യം വരാനുള്ള വളരെയധികം സാധ്യതകളുണ്ട്. അതുകൊണ്ട് പ്ലീസ് ഡോക്യുമെൻറ്റേഷൻസ് സെപ്റ്റംബർ എന്ന് കൺസിഡർ ചെയ്ത് നിങ്ങൾ ഇപ്പോഴേ ഓപ്പൺ ചെയ്ത് നിങ്ങൾ പ്രോസസ്സിങ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധികം ഡിലേ ഇല്ലാതെ നിങ്ങളുടെ പേപ്പർ വർക്കൊക്കെ ഈസി ആയിട്ട് സ്മൂത്തായിട്ട് പോയി കിട്ടും. പണ്ടത്തെ പോലെ 4 to 5 months എന്നൊക്കെ പറയണതല്ല, ഇപ്പോൾ 6 to 7 months ആണ് ഇപ്പോഴത്തെ നോർമലി ഒരു ഇൻ്റർനാഷണൽ ഒരു സ്റ്റുഡൻറ്റ് ആളുടെ പേപ്പർ വർക്കിൻ്റെ പ്രോസസ്സിങ് ടൈം നമ്മൾ പറയുക. അപ്പോൾ അതുകൊണ്ട് പ്ലീസ് കൺസിഡർ ദിസ് ആൻഡ് അറ്റ് ദ ഏർലിയസ്റ്റ് ഡോക്യുമെൻറ്റ്സ് പ്രോസസ്സ് ചെയ്യുക. അതുപോലെ തന്നെ UK ഇപ്പോൾ ജനുവരി ഇൻടേക്കിൽ വളരെ നിസ്സാര യൂണിവേഴ്സിറ്റീസ് മാത്രമേ നേഴ്സിംഗ് പ്രോഗ്രാം തുറന്നിട്ടുള്ളൂ. അത് തന്നെ റെസ്പോൺസും കാര്യങ്ങളൊക്കെ വളരെ സ്ലോ ആണ്. അതുപോലെ തന്നെ April May ഇൻടേക്കിലെ ഒരേ ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇപ്പോൾ നേഴ്സിംഗ് പ്രോഗ്രാം വിതൗട്ട് IELTS ഉള്ളത് ഓപ്പൺ ആയിട്ടുള്ളത്. പക്ഷേ സെപ്റ്റംബർ 2025 ഇൻടേക്കിലേക്ക് നേഴ്സിംഗ്, ഡെന്റിസ്ട്രി, അതുപോലെ തന്നെ സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കോഴ്സസ് UK ഓപ്പൺ ആവുന്നുണ്ട്. അതുപോലെ തന്നെ എൻജിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരുപാട് കോഴ്സസും ഡിഗ്രി സ്റ്റുഡൻസിന് ഓപ്പൺ ആവുന്നുണ്ട്. അതുപോലെ തന്നെ മാസ്റ്റേഴ്സ് പ്രോഗ്രാംസും നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള, അതുപോലെ കമ്പ്യൂട്ടർ IT എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കോഴ്സുകൾ UK സെപ്റ്റംബർ ഇൻടേക്ക് ഓപ്പൺ ആവുന്നുണ്ട്. പക്ഷേ UK വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഡിലേ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ആപ്ലിക്കേഷനും പ്രോസസ്സിലൊക്കെ നടക്കുന്നുണ്ട്. സോ UK നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ വിത്തൗട്ട് IELTS ഈവൻ നേഴ്സിംഗ് പ്രോഗ്രാമിന് പോലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യമാണ് UK. അപ്പോൾ പക്ഷേ ഈ നഴ്സിങ്ങിനൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ ടെക്നിക്കലായിട്ടുള്ള എല്ലാ കോഴ്സുകൾക്കും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റുള്ളൂ. സോ അതുകൊണ്ട് പ്ലീസ് മേക്ക് ദ ആപ്ലിക്കേഷൻ ആസ് ഏർലി ആസ് പോസിബിൾ. ജനുവരി മിസ്സായി എന്നോർത്ത് ടെൻഷൻ ആവണ്ട. നമുക്കൊരു 6 months ഡ്യൂറേഷൻ്റെ ഉള്ളിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ശരിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഇനി അതല്ല ബിസിനസ് പ്രോഗ്രാംസ് ഒക്കെയാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രാൻസോ സ്പെയിനോ അല്ലെങ്കിൽ USA പോലെയുള്ള കമ്പനിയൊക്കെ നമുക്ക് April May ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും. US നിങ്ങൾക്ക് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് മാൻഡേറ്ററി ആണ്. ഫ്രാൻസോ UK ആണെങ്കിൽ നമുക്ക് വിതൗട്ട് IELTS നമുക്ക് ചെയ്തെടുക്കാൻ പറ്റാവുന്നതാണ്. അപ്പോൾ ഡു കൺസിഡർ അപ്ലൈ അറ്റ് ദ ഏർലിയസ്റ്റ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുപോലെ നിങ്ങൾ വീഡിയോ കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഞങ്ങൾക്ക് തരിക. ഇനി അതല്ല നിങ്ങൾക്ക് ഇതിന് എതിരഭിപ്രായമാണെങ്കിൽ നിങ്ങൾ പ്ലീസ് നിങ്ങളുടെ കമൻ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ് ദി ചാനൽ. നമുക്കും അതൊരു മോട്ടിവേഷനാണ് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക്